വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വെറും 500 മീറ്റർ മാറിയാണ് നമ്മുടെ സുന്ദര സ്വപ്ന ഭവനം വരുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് ലാൻഡ്മാർക്കാണ്. നിങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ലാൻഡ്മാർക്ക് വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ആർച്ചിനകത്തേക്ക് കയറി പോകുന്നതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സിറ്റിയിലും ടൗണിലും ഒരുപോലെ ചെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന റോഡുകളാണ്. നമുക്ക് ഇതിന് ചുറ്റും നമുക്ക് എവിടെ വേണോ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു പോയിന്റാണിത്. അപ്പോൾ നമ്മൾ ഈ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നെയ്യാറ്റിങ്കര, കാട്ടാക്കട, പാപ്പനംകോട് ആ ഏരിയയിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരുമല, തച്ചോട്ടുകാവ്, മലയൻകീഴ്, പേയാട് ആ ഏരിയയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ഒരു പോയിന്റിന്റെ ഒരു നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ബേസിക് ലാൻഡ്മാർക്ക് ഈ പഞ്ചായത്ത് കാര്യാലയം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിന് തൊട്ടടുത്ത് നമുക്ക് ഒരു വലിയ ഓട്ടോ സ്റ്റാൻഡ് നമുക്ക് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പും ഉണ്ട്. അപ്പം ബേസിക് ഇതുപോലത്തെ ആളുകളുടെ ആവശ്യത്തിനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ലാൻഡ്മാർക്കിൽ അവൈലബിൾ ആണ്. അതിന് പുറമെ നമുക്ക് ഒരുപാട് കടകൾ ഇതിന് തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അക്സസിബിലിറ്റിക്ക് യാതൊരു കുറവും ഈ ഒരു ഏരിയയിലില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ കോളേജസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വെറും 15 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഏരിയ ആണിത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 15 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ താലൂക്ക് ഓഫീസുകൾ നിരവധിയുണ്ട്. അതിലിപ്പം എടുത്തു പറയാനാണെങ്കിൽ നെയ്യാറ്റിങ്കര, കാട്ടാക്കട തുടങ്ങിയ അങ്ങനെ നിരവധി താലൂക്ക് ഓഫീസുകൾ ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ് തുടങ്ങിയ നിരവധി ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വെറും 50 മീറ്റർ മാറി നമുക്കൊരു ട്രാൻസ്ഫോമർ കാണാൻ സാധിക്കും. ഓക്കെ, ആ ട്രാൻസ്ഫോമറിന്റെ അവിടെ നിന്നും കുറച്ചുള്ളിലേക്ക് പോയാൽ മതി. ഒരു 100 മീറ്റർ മാക്സിമം 100 മീറ്റർ പോയി കഴിയുമ്പോൾ നമ്മുടെ മനോഹരമായ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നമ്മൾ ജസ്റ്റ് വഴിയൊന്ന് പരിചയപ്പെടുത്തി തരാണ്. അതിന് മുമ്പ് നമുക്കിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വിളവൂർക്കൽ എന്ന് പറയുന്ന പ്രോപ്പർ പ്ലേസിലാണ് ഞാൻ ഇപ്പം ഉള്ളത്. വിളവൂർക്കൽ എന്നാണ് ഈ ഒരു പോയിന്റിന്റെ പേര്. അപ്പോൾ വിളവൂർക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് നമ്മൾ ആ കാണുന്ന ആംബുലൻസ് ഇട്ടേക്കുന്ന അവിടെ. അതായത് ഗവൺമെന്റ്, ഇവിടുത്തെ ഒരു ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റർ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിനോട് അഡ്ജോയിനിങ് തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ബ്ലൂ ഷീറ്റ് ഇട്ടിരിക്കുന്നത് വിളവൂർക്കൽ കൃഷിഭവനാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബേസിക് ലാൻഡ് മാർക്സ്. അപ്പോൾ അതിനോട് ചേർന്നൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിനുള്ളിലേക്ക് ഒരു 100 മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി. മെയിൻ റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാറിയാണ് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ ഹോം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. കോൺക്രീറ്റ് ചെയ്ത ഒരു വലിയ വഴി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലിയ കാറോ ലോറിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയ വഴി തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം, അവിടെ നിന്ന് കയറിയതേ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഇവിടെയും അവർ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന വീട് പണിപ്പുരയിലാണ്. ഇത് തീരാറായി, ഫിനിഷിംഗ് സ്റ്റേജിലാണ്. അങ്ങറ്റം കാണുന്ന വീടാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ സെയിലിനായിട്ടുള്ള ഹോം. കണ്ടോ, ഈ വഴി ഒരു വലിയ വാഹനം തന്നെ വരും. നമുക്ക് വലിയ കാറുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വഴി സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവരിപ്പോൾ ഈ പണിപ്പുരയിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ഇവർ കോൺക്രീറ്റ് ചെയ്യാത്തത്. ഇത് ഫിനിഷ് ആയ ഉടൻ തന്നെ ഇവിടെ കോൺക്രീറ്റ് പണി കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ വീടൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മുടെ ഗേറ്റ് ഒരു സ്ലൈഡിങ് ഗേറ്റ് സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇന്റർലോക്ക് ചെയ്ത ഒരു വീടിൻ്റെ ഒരു ഫ്രണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ 2 കാറോളം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു കിണർ ഇവിടെ ഉണ്ട്. ഒരു വീട്ടിൽ ഒരു കിണറിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം വലുതാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കിണർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമുണ്ട്. വോൾട്ടേജ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വോൾട്ടേജ്. അതുപോലെ തന്നെ വുഡൻ ഫ്രെയിമുള്ള ഒരു നല്ലൊരു കണ്ണാടി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്, കാണാൻ തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ഒരു കൊള്ളാം. പിന്നെ 3.5 സെൻറ്റ് ആണെങ്കിലും നമ്മൾ പുറകുവശത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. എല്ലാം നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെയാണ് അവർ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കിച്ചണിൻ്റെ പുറകുവശമാണ്. നമുക്ക് തുറന്ന് ഇവിടെ ഇറങ്ങാം. അതെ, ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈവസി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. കാരണം അത്യാവശ്യം വലുതായിട്ടാണ് അവർ ഒരു കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് തുണി കഴുകാനായിട്ടൊരു കല്ല് ഇവിടെ കാണാൻ പറ്റും.
ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ വീടിൻ്റെ പുറകുവശം. ഇവിടെ തുണി കഴുകാനുള്ള കല്ലുണ്ട്. അതുപോലെ തന്നെ അതെ ഇലക്ട്രിസിറ്റിയും പ്ലംബിങ്ങും പെൻഡിങ് ആണ്, ഫിനിഷിംഗ് സ്റ്റേജിലാണുള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം. നമ്മൾ ജസ്റ്റ് ഒന്ന് വീടൊന്ന് ചുറ്റി കണ്ടു. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മനോഹരമായ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ നമ്മുടെ ക്ലയൻസിൻ്റെയൊക്കെ കൂടുതൽ ആവശ്യം ചെറിയ സിറ്റ് ഔട്ടുകളാണ്, കൂടുതൽ മെജോറിറ്റി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈവനിങ് ഒക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഇരിക്കാൻ പറ്റിയ രീതിയിൽ. പിന്നെ നമ്മുടെ ഡോർ വന്നിട്ട് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഡിസൈനിലാണ് നമ്മുടെ ഡോർ വരുന്നത്, ഫ്രണ്ട് ഡോർ. സോ നമ്മൾ നമ്മുടെ വീടിനകത്തേക്ക് കയറാൻ പോവാണ്. സോ ഹിയർ വി ആർ, വെൽക്കം ടു അവർ ബ്യൂട്ടിഫുൾ ഹോം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ആർ അറ്റ് ദ ഫിനിഷിംഗ് സ്റ്റേജ്. ഈ വീടിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ് നമ്മളുള്ളത്. അപ്പോൾ ലൈറ്റിംഗ് വർക്ക്സും അതുപോലെ തന്നെ പ്ലംബിംഗ് എല്ലാം പെൻഡിങ് ആണ്. എനിവേ നമുക്ക് നമ്മുടെ വീടൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു TV സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഡെക്കോർ ഐറ്റംസ് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്പേസ് നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കബോർഡ്, നമുക്കിവിടെ നമ്മുടെ ഓരോ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇതിവിടെ കബോർഡും ഇതിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈല് നോക്കുകയാണെങ്കിൽ ടൈല് നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം ഈ വുഡ് വരുന്ന സാധനങ്ങളെല്ലാം ആഞ്ഞിലിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത്. അത്യാവശ്യം ഒരു 3.5 സെൻറ്റുള്ള ഒരു വീടിന് വരുന്ന ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ, നമുക്ക് നല്ല വലിയ സോഫയൊക്കെ ഇട്ട് ഇരുന്ന് TV കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഹോമിലുള്ളത്. നമ്മുടെ ഈ ലിവിങ് ഏരിയയിലെ ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നല്ല ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഫിനിഷ് ആയിട്ട് വീട് വരുമ്പോൾ വീടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീട് പരിചയപ്പെടുത്തണം എന്ന് കരുതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഫിനിഷിംഗ് സ്റ്റേജാണ്, കണ്ടോ നല്ല മനോഹരമായിട്ടാണ് ഇവരുടെ ടൈല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാർട്ടീഷൻ കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇവിടെയും ഹോം ഡെക്കോർ ഐറ്റംസോ എന്തെങ്കിലും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ വുഡൻ സാധനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. വന്ന് കയറുമ്പോൾ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് നമ്മുടെ ഈ കബോർഡ്സ് ആണ്. കബോർഡ്സ് എല്ലാം ഒരു പ്രീമിയം ഫിനിഷിൽ അവർ ചെയ്തിരിക്കുന്ന കബോർഡ്സ് ആണ്. മുകളിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ താഴെ എല്ലാം കബോർഡ്സ് ആയിട്ടുണ്ട്. പ്ലംബിംഗ് വർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെൻഡിങ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ ആ ഒരു പൂർത്തീകരണം കാണാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ നോക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ചിമ്നി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കബോർഡ്സ് എല്ലാം ടോട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ഈ കിച്ചൺ ഏരിയ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ എക്സ്റ്റീരിയർ. അപ്പോൾ അതാണ് ഇവിടെ നമുക്കിങ്ങനെ ഇറങ്ങാം. നമുക്ക് പുറത്തെന്തെങ്കിലും ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ മീൻ വിട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഈ വഴി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കണ്ടോ നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട്. കാരണം നല്ല ഹൈറ്റുള്ളൊരു സെപ്പറേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പ്രൈവസി ആയിട്ട് നമുക്കിത് ഇവിടെ നിൽക്കാം, നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നമ്മൾ മാത്രം. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും ചേർന്നിട്ടാണുള്ളത്, അവിടെ പാർട്ടീഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഇവിടെ ഏകദേശം ഇവിടെ ഒരു ഡൈനിങ് ഏരിയ വരും. അപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് ലിവിങ് ഏരിയ. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്കിനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇപ്പോൾ V-ഗാർഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക്കലൊക്കെ ഫൈനൽ സ്റ്റേജിലാണ്. ആസ് ഐ സേ അത് ഇവിടെയാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഒരു ചെറുതല്ല അത്യാവശ്യം ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻവേർട്ടർ എന്തെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമുക്ക് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിവിടെ താഴത്തെ നിലയിൽ ഒരു റൂമുണ്ട്. നമുക്ക് റൂം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. താഴത്തെ നിലയിലെ ആദ്യത്തെ റൂം ഇതാണ്. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു പെയിൻറ്റിങ് തന്നെയാണ്. പെയിൻറ്റിങ് പാറ്റേൺ ഭയങ്കര അട്രാക്റ്റീവാണ്, ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു പാറ്റേണും. അതിനോടൊപ്പം ചേർന്ന് തന്നെ നമുക്കിത് നമ്മൾ നേരത്തെ കിച്ചണിൽ കണ്ടതുപോലെ പ്രീമിയം ഫിനിഷുള്ള കബോർഡ് സ്പേസ് എല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം വെക്കാൻ പറ്റിയ സ്പേഷ്യസ് ആയ കബോർഡ്സ് എല്ലാം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവർ ഈ റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു മിറർ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ വുഡെല്ലാം ആഞ്ഞിലിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗ് എല്ലാം ഇവിടെ നമുക്ക് ഫൈനൽ ഫിനിഷിംഗ് ചെയ്ത് മനസ്സിലാവും. ഇവിടെ എല്ലാം നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ റൂം ലാസ്റ്റ് ഫിനിഷിംഗ് ചെയ്ത് കാണാൻ. നമ്മൾ പറ്റുമെങ്കിൽ ഫിനിഷിങ്ങിൽ നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടെ നമ്മളൊന്ന് കാണിച്ചു തരാം വീടിൻ്റെ.
എനിവേ അതെ, ഇവിടെ നല്ല ഹോം ഡെക്കർ ഒരു ഐറ്റം കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. PVC-യിൽ ചെയ്ത ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൽ വരുന്നത്. അപ്പോൾ ലൈറ്റ് നല്ല കുറവാണ്. ഇവിടെ ബാത്റൂം സെറ്റിങ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഫിനിഷിംഗ് സ്റ്റേജിലാണ്. നല്ല അത്യാവശ്യം നല്ല വോൾട്ടേജ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം വരുന്നത്. നമുക്കിനി നേരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് റൂമിൽ നിന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അതെ നല്ലൊരു സ്റ്റെയർ കേസ് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മുകളിലേക്ക് പോയി നോക്കാം. സ്റ്റെയർ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റെയർ തന്നെ ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ലാൻഡിങ് ഏരിയയിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഡെവലപ്പേഴ്സ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്. കാരണം ഈ 3 പാളി ജനലൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഈ ഒരു വ്യൂ ഇങ്ങനെ കാണാനും. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ നമുക്കിനി അടുത്ത റൂം ഒന്ന് പരിചയപ്പെടാം. ഇത് ഇവിടെയാണ് നമ്മൾ സ്റ്റെയർ ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് റൂം വരുന്നത്. ഇവിടെയും നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, എനിക്ക് മറ്റു റൂമിനേക്കാളും കൂടുതൽ അട്രാക്റ്റീവ്നെസ് തോന്നിയൊരു സംഭവം ഇതാണ്. ഇത് ഈ ഒരു കളറും ഈ ഒരു പാറ്റേൺ ഇതൊരു മോസ്റ്റ് മോഡേൺ രീതിയിൽ അവർ ട്രൈ ചെയ്താണെന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് മറ്റേ റൂം പോലെ തന്നെ നല്ലൊരു ഹോം ഡെക്കർ ഐറ്റം കീപ്പ് ചെയ്യാം. ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനലി ലൈറ്റ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ റൂമായിരിക്കും. ഇതാണ് അവർക്കിനി ഇവിടെ പെൻഡിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ കബോർഡും സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ ഈ ഒരു റൂമിൽ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു കിടിലം റൂമാണ്. PVC-യിൽ ചെയ്തിരിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂം ഡോർ ഇവിടെ ഉണ്ട്. നല്ല മനോഹരമായ പാറ്റേണിലെ ഒരു അടിപൊളി വോൾട്ടേജിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല ഗ്രിപ്പുള്ള ഒരു ബാത്റൂം ഫ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലംബിംഗ് വർക്ക്സ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒന്നും ആയിട്ടില്ല, എല്ലാം സ്റ്റേജിലാണ്. പ്ലംബിംഗ് പെൻഡിങ് ആണ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ബാത്റൂം തന്നെ ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ സെക്കൻഡ് റൂം. ഇവിടെ നമുക്ക് ഒരു ഒരു വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് 3ാമത്തെ ബെഡ്റൂം ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ബെഡ്റൂം. ഒരു 3 ബെഡ്റൂം വരുന്ന, അതും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു ഹൗസാണ്. അതെ, ഇവിടെയും മനോഹരമായ രീതിയിൽ ഇവരുടെ ഈ ഒരു പെയിന്റിങ് സെറ്റപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാരണം താഴത്തെ റൂമായാലും ഇവിടെ മുകളിലായാലും ഡിഫറെൻറ്റ് ഒരു ടൈപ്പാണ് അവരിവിടെ ഒന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് അവരിവിടെ ഹോൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഡെക്കോർ ഐറ്റംസ് കീപ്പ് ചെയ്യാനുള്ള സ്പേസ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇവിടെ നമ്മുടെ മറ്റേ കബോർഡും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസിലേക്ക് വോട്ട് ചെയ്യുന്നതാണ്. മനോഹരമായ അത്യാവശ്യം സ്പേഷ്യസ് ആയ റൂം തന്നെയാണ്. നല്ല മനോഹരമായ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. PVC-യിൽ ആസ് യൂഷ്വൽ താഴത്തെ ഉള്ള പോലെ തന്നെ ഒരു ഡോർ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെയും ഇവിടെ നല്ല രീതിയിൽ പാറ്റേൺ ചെയ്തിട്ടുള്ള ഒരു വോൾട്ടേജ്, അതുപോലെ തന്നെ നല്ല ഗ്രിപ്പുള്ള ഒരു ഫ്ലോർ ടൈലും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലംബിംഗ് വർക്ക്സ് നമ്മുടെ കഴിഞ്ഞ റൂം പോലെ തന്നെ പെൻഡിങ് ആണ്. അപ്പോൾ നമ്മുടെ 3 ബെഡ്റൂമും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ എനിക്കിവിടെ അത്യാവശ്യം നല്ല വലിയ സ്പേഷ്യസ് ആയ ഒരു ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് സോഫയൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേഷ്യസ് ഏരിയ ആണ്, താഴത്തെ ലിവിംഗ് ഏരിയ പോലെ തന്നെ. അപ്പോൾ ഇത് കൊള്ളാം. ഇവിടെ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഏരിയ. അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ് യൂസ് ചെയ്യാനുള്ള സ്ഥലവും വെച്ചിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം ചേർന്നത് ഈ ഡോർ നിങ്ങൾ കണ്ടോ, ഇതിങ്ങനെ തുറന്ന് നമ്മളത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ബാൽക്കണിയായി കണ്ടോ. ഈ ബാൽക്കണിയിൽ നമുക്കിവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്. നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ഇവിടെ വന്ന് രാവിലെയോ വൈകിട്ടോ ഒന്ന് രാത്രിയോ വന്ന് നല്ല പീസ്ഫുള്ളായിട്ട് ഇവിടെ കുറേ നേരം ഇങ്ങനെ നിൽക്കാം. നിങ്ങളിവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വൈകിട്ടോ നമുക്കിങ്ങനെ ഒരു ചിറ്റ് ചാറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കസേരയൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിട്ട് ഇവിടെ ഇരിക്കാം. നല്ല അടിപൊളി വോൾ സീലിംഗ് ലൈറ്റിംഗ് വർക്ക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ച് വരുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ രാത്രി ഇവിടെ നിൽക്കാൻ. എനിക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഭംഗിയായിരിക്കും ഇവിടെ. ഇവിടെ ബോർഡറിലും എല്ലായിടത്തും ഇങ്ങനെ ഫുള്ള് വോൾ സീലിംഗ് ലൈറ്റ്സ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ വന്ന് നിൽക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കാനൊക്കെ. എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പേസിലെത്തി. അപ്പോൾ അടുത്തൊരു കാര്യം ഈ വീട്ടിൽ നമ്മൾ നോട്ടീസ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം 3 പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടുതൽ നമുക്ക് ഈ ഒരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ കാറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നത് നമ്മുടെ ടെറസിലേക്കാണ്. ഇവിടെ ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെറസ് എത്താറായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ്. ഇവിടെ നല്ല വലിയൊരു ടാങ്ക്, എത്ര ലിറ്ററിൻ്റെയാണ്, നല്ല വലിയൊരു ടാങ്ക് ഇവർ കൊടുത്തിട്ടുണ്ട്, 1000 ലിറ്റർ. ഓക്കെ,
നല്ലൊരു അടിപൊളി ടാങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ടെറസ് തന്നെയാണ് ഈ വീട്ടിലുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതും ചുറ്റും നമുക്ക് കാണാൻ പറ്റും വീടുകളുണ്ട്. കൊള്ളാം. ഇവിടെ എല്ലാം മോഡേൺ രീതിയിൽ പണി കഴിപ്പിച്ച മനോഹരമായ വീടുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണത്. കാരണം ഒരുപാട് മോഡേൺ വീടുകൾ ഓൾറെഡി പൊറ്റയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില മാറാം, അതുപോലെ തന്നെ വീടുകളുടെ വില മാറാം. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഇത് നല്ലൊരു ഡീലായതുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് ഈ വീട്. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുത്തി തരുള്ളൂ. ഇത് ഫിനിഷിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്, കാരണം എത്രയും പെട്ടെന്ന് ഇതൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് ഞാൻ ലാസ്റ്റ് വിലയും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വീട് നമ്മൾ പർച്ചേസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് ആണ്. 3.5 സെന്റ് വരുന്ന ഈ മനോഹരമായ ഈ ഒരു ബ്യൂട്ടിഫുൾ ഹോമിന് ചോദിക്കുന്ന റേറ്റ് 57 lakhs ആണ്, 57 ലക്ഷം രൂപ. ഇത് തീർത്തും നെഗോഷ്യബിൾ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓണറുടെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഈ വീടിനെ കുറിച്ചുണ്ടെങ്കിലും, ഈ വീട് വന്ന് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ഓണറിനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിനിടയിൽ യാതൊരു ഇന്റർമീഡിയറിയും ഒന്നുമില്ല. നിങ്ങളും ഓണറും തമ്മിലുള്ള ഡയറക്റ്റ് ഡീലായിരിക്കും. ഓണറുമായിട്ട് സംസാരിക്കാം, വീട് വന്ന് കാണാം, നെഗോഷിയേറ്റ് ചെയ്യാം. ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇത് പൊറ്റയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. പൊറ്റയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് പൊറ്റയിൽ. കാരണം ഒരുപാട് വില്ല പ്രോജക്ട്സും ഒരുപാട് പുതിയ പുതിയ മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരുപാട് വീടുകളും വരുന്ന ഒരു ഏരിയയാണ് പൊറ്റയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഭാവിയിൽ വില കൂടും, സ്ഥലത്തിനായാലും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന, അതായത് വിൽക്കാനായിട്ടുള്ള ഒരുപാട് വീടുകൾക്ക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഈ ഒരു മനോഹര ഭവനം, അതും ഈ ഒരു അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിന് കിട്ടുന്ന ഈ വീട് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട്, ഈവൻ ദോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾക്കിത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണറിനെ വിളിച്ച് ബുക്ക് ചെയ്യാം.